സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യത്തെ ഉപഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. കണ്ടെത്തിയത് എക്സോമൂൺ ആണോ, അതായത് സൗരയൂഥത്തിന് പുറത്തുള്ള ചന്ദ്രനാണോ, അതോ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കുറിച്ചുള്ള നിലവിലെ ധാരണകൾ മാറ്റുന്ന പുതിയൊരു ബഹിരാകാശ വസ്തുവാണോ എന്ന കാര്യം ഇപ്പോഴും ശാസ്ത്രലോകം തിരയുകയാണ്. 1990കളിൽ സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യ ഗ്രഹം കണ്ടെത്തിയ ശേഷം എക്സോ പ്ലാനറ്റുകൾ അഥവാ അന്യനക്ഷത്ര ഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നു. നാസയുടെ എക്സോ പ്ലാനറ്റ് പട്ടികയിൽ 6000-ലധികം സ്ഥിരീകരിച്ച ഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇവയെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും സ്വാഭാവിക ഉപഗ്രഹങ്ങൾ ഉള്ളതിനാൽ മറ്റ് നക്ഷത്ര സമൂഹങ്ങളിലെ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു എക്സോ മൂൺ പോലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. CD 352722 എന്ന വിചിത്ര നക്ഷത്ര സമൂഹത്തെ നിരീക്ഷിച്ചപ്പോഴാണ് പുതിയ കണ്ടെത്തൽ. ഭൂമിയിൽ നിന്ന് 73 പ്രകാശവർഷം അകലെയാണ് CD 352722 സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ പകുതിയോളമുള്ള ഈ നക്ഷത്രത്തെ ഒരു ബ്രൗൺ ഡ്വാർഫ് അഥവാ പരാജയപ്പെട്ട നക്ഷത്രം ചുറ്റിക്കറങ്ങുന്നതായി കാണുന്നുണ്ട്. നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന രീതിയിലാണ് ബ്രൗൺ ഡ്വാർഫുകൾ. ഈ ബ്രൗൺ ഡ്വാർഫിനെ ചുറ്റുന്ന പുതിയതായി കണ്ടെത്തിയ വസ്തു ഉപഗ്രഹത്തെ പോലെ തോന്നുന്നുണ്ടെങ്കിലും സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളെ പോലെ ഒരു ഗ്രഹത്തെ ചുറ്റുന്നില്ല. പകരം ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ബ്രൗൺ ഡ്വാർഫിനെയാണ് ഇത് ചുറ്റുന്നത്. കണ്ടെത്തിയ പുതിയ വസ്തു എക്സോമൂൺ ആണോ എന്ന ഗവേഷണത്തിലാണ് എന്തായാലും ശാസ്ത്രലോകം ഇപ്പോഴുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.